നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു പൊരിച്ച കോഴി ബിരിയാണി കഴിക്കാം. ഒരു വീഡിയോയിലേക്ക് എല്ലാവരും. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇതിലേക്ക് ഞാൻ 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് കുരുമുളക്, ഒരു സ്പൂൺ നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു പകുതി വേവ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന അരി വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ വെള്ളം ചൂടായി, അതിലേക്ക് നമുക്ക് അരി ഇടാം. നല്ല വെള്ളം തിളച്ചിട്ട് വേണം ബിരിയാണിയുടെ അരി ഇടാനായിട്ട്. കാരണം ഇത് നമ്മൾ കുറച്ച് നേരം തൂത്ത് വെക്കുന്നതല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് വേവുമായിരിക്കും. അരി ഒന്ന് ഇളക്കി വയ്ക്കാം നമുക്ക്. ഇനി നമുക്കൊരു കടായി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മസാലകളൊക്കെ ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇടാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ബിരിയാണി മസാല. മസാലകളെല്ലാം ചേർത്താണ്, എന്നാലും കുറച്ചും കൂടി ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടി വരും. തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടാം. അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി ഇടുക. കുറച്ച് നമുക്ക് ഉള്ളി വേണ്ടി വരും അതിൻ്റെ ചോറിൻ്റെ മുകളിൽ വിതറാനായിട്ട്. ചിക്കനൊക്കെ നമ്മുടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിടാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി, കുറച്ച് ഉള്ളി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മേലിടുക. പിന്നെ കുറച്ച് മല്ലിയില, ഇഞ്ചി, നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ ചേർക്കുക. 20 മിനിറ്റ്, 15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. പൊരിച്ച കോഴിയുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാം. നമുക്ക് പൊരിച്ച കോഴിയുടെ ബിരിയാണി സെർവ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം ഒരു നല്ല വീഡിയോയിലൂടെ. നന്ദി.